നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കർക്കിടക വാവ് ബലിയിട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കുടുംബത്തിലെ ഗൃഹസ്ഥനോ ഗൃഹസ്ഥയോ അനുഷ്ഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് പിതൃയജ്ഞം. കുലാചാരത്തിൽപ്പെടുന്ന വളരെ പ്രാധാന്യമുള്ള ഒരനുഷ്ഠാനമാണ് പിതൃബലി എന്ന് പറയുന്ന പിതൃയജ്ഞം. എന്നാൽ ഇന്നത്തെ കാലത്ത് കുലാചാരം അനുഷ്ഠിക്കാത്തവർ ഏറെയുണ്ട്. കുലാചാരം അനുഷ്ഠിക്കാത്തവർ നീചരാണെന്ന അഭിപ്രായവുമുണ്ട്. 18 പുരാണങ്ങളിലും പിതൃയജ്ഞത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. ശ്രദ്ധയോടെ ചെയ്യേണ്ടത് എന്ന അർത്ഥത്തിൽ ശ്രാദ്ധവും, തൃപ്തിയോടെ ചെയ്യേണ്ടത് എന്ന അർത്ഥത്തിൽ തർപ്പണവും പിതൃയജ്ഞത്തിൻ്റെ ഭാഗങ്ങളാണ്. ബലിതർപ്പണം കൊണ്ട് വ്യക്തിക്ക് പിതൃക്കളുടെ തൃപ്തി, അനുഗ്രഹം എന്നിവ ലഭിക്കുമെന്ന് മാത്രമല്ല, അയാളുടെ കുലത്തിനും വംശപരമ്പരകൾക്കും ശ്രേയസ്സും ഐശ്വര്യവും യശസ്സും വന്നുചേരുന്നു. ഹൈന്ദവ ആചാരമനുസരിച്ച് ഒരു വ്യക്തിയുടെ ജീവിതം ധർമ്മനിഷ്ഠമായിരിക്കണം. വംശപരമ്പരയിൽപ്പെട്ട പൂർവികരായ എല്ലാവരോടും നമുക്ക് കടപ്പാടുണ്ട്. അവരുടെ തുടർച്ചയായ തലമുറയാണ് നമ്മൾ. അച്ഛൻ്റെയും അമ്മയുടെയും കഴിഞ്ഞുപോയ തലമുറയിൽപ്പെട്ടവരെയെല്ലാം നമ്മുടെ പിതൃക്കളുടെ സ്ഥാനമാണ് കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അറിവ് പകർന്നു തരുന്ന ഗുരുക്കന്മാർ തുടങ്ങിയവരും ഇവയിൽ ഉൾപ്പെടും. ഈ പിതൃക്കളെ അന്നത്തിലോ ജലത്തിലോ തർപ്പണം ചെയ്ത് തൃപ്തിപ്പെടുത്തുക എന്നത് ഒരു ഗൃഹസ്ഥൻ്റെ കടമയാണ്. അതാണ് പിതൃയജ്ഞം, തർപ്പണം, ശ്രാദ്ധം, ബലി എന്നിവയെല്ലാം. പഞ്ചമഹായജ്ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പിതൃയജ്ഞമാണ്. വാവുബലിയുടെ തലേ ദിവസം വ്രതം ആരംഭിക്കണം. മത്സ്യമാംസാദി ആഹാരങ്ങൾ കഴിക്കാതെയും മിതമായ സസ്യാഹാരം മാത്രം ഭക്ഷിക്കുകയും ചെയ്യുക. ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക. മദ്യപാനം, പരദൂഷണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഒട്ടുമേ പാടില്ല. സ്നാനഘട്ടങ്ങളെ പവിത്രതയോടെ സമീപിക്കുക. ഭക്തിയും മര്യാദയും ബലിതർപ്പണത്തിന് അത്യന്താപേക്ഷിതമാണ്. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ശുദ്ധിയുള്ള ആർക്കും ബലിതർപ്പണം ചെയ്യാം. തർപ്പണം പ്രഭാതത്തിൽ തന്നെ നിർവഹിക്കേണ്ടതാണ്. 11 മണിക്ക് ശേഷം തർപ്പണം ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ബലിതർപ്പണം ദിവസം ബലിതർപ്പണത്തിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ. തർപ്പണശേഷം ദാനം നടത്തുന്നത് ഗുണപ്രദമാണ്. പുലവാലായ്മകൾ ഉള്ളവർ തർപ്പണം നടത്തരുത്. ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ചുള്ള സമുദ്രതീരങ്ങൾ, നദീതീരങ്ങൾ എന്നിവ വാവുബലിക്ക് ഉത്തമമാണ്. തിരുനെല്ലി ക്ഷേത്രം, തിരുവല്ലം ക്ഷേത്രം മുതലായ പിതൃകർമ്മ പ്രധാനങ്ങളായ ക്ഷേത്രങ്ങളിൽ ബലികർമ്മം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ചന്ദ്രലോകത്തിന് മുകളിലാണ് പിതൃലോകം. ശുക്ലപക്ഷത്തിൽ ചന്ദ്രൻ സൂര്യനിൽ നിന്നും അകന്നു നിൽക്കുന്നു. കൃഷ്ണപക്ഷ ആരംഭത്തോടുകൂടി ചന്ദ്രനും സൂര്യനും ഒരേ രാശിയിലേക്ക് അടുത്തു വരികയും അമാവാസിയിൽ രണ്ടും ഭൂമിയെ സംബന്ധിച്ച് മുകളിലും താഴെയുമായി ഒരേ രാശിയിൽ എത്തുകയും ചെയ്യുന്നു. ഈ സമയം ചന്ദ്രലോകത്തിന് മുകളിലാണ് സൂര്യപ്രകാശം പതിക്കുന്നത്. അത് പിതൃലോകത്തിന് പകലാകുന്നു. ആ സമയം പിതൃതർപ്പണാദികൾ ചെയ്യുമ്പോൾ പിതൃക്കൾക്ക് ഭോജനമായി ഭവിക്കുന്നു. അതുകൊണ്ടാണ് പിതൃകർമ്മത്തിന് അമാവാസി ഉത്തമമാകുന്നത്. ഋതു പരിഗണിക്കുകയും അയനവും കണക്കിലെടുക്കുമ്പോൾ പിതൃലോകം ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്നു. കന്നി, തുലാം മാസങ്ങളിലെ അമാവാസിയും പിതൃപ്രധാനമായ ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസി അഥവാ കർക്കിടക മാസത്തിലെ കറുത്തവാവും ബലിതർപ്പണാദികൾക്ക് ഏറെ ഉത്തമമാകുന്നു. വർഷത്തിലൊരിക്കലെങ്കിലും ഏതു മനുഷ്യനാണോ ശ്രാദ്ധം നടത്തുന്നത്, അതിനാൽ പിതൃക്കൾ ഒരു വർഷത്തേക്ക് സംതൃപ്തരാകുന്നു എന്ന് നിശ്ചയമാകുന്നു. മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് ഈ ഭൂമിയിൽ തന്നെ അകൃഷ്ടനായി നിലനിൽക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ നിലനിൽക്കുന്ന തലത്തെയാണ് പ്രേതലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മരിക്കുന്നതിന് മുന്നേ ഒരാളുടെ മനസ്സ് ഏതൊക്കെ വിഷയങ്ങളിലാണോ കൂടുതൽ അകൃഷ്ടമായി നിന്നത്, ആ വിഷയങ്ങളിൽ തന്നെ അയാൾ മരിച്ചു കഴിഞ്ഞാലും അയാളുടെ സൂക്ഷ്മ ശരീരം ഒട്ടി നിൽക്കും.
കുടുംബാംഗങ്ങളെ ഓർത്തും ധനസമ്പാദ്യം ഓർത്തും വിഷമിച്ചു മരിക്കുന്നവരുടെ ആത്മാവ് അല്ലെങ്കിൽ സൂക്ഷ്മശരീരം മുകളിലേക്ക് പോകാതെ ചുറ്റുമോ പരിസരത്തോ നിലനിൽക്കുന്ന അവസ്ഥയുണ്ടാകും. ഇതിനെയാണ് പ്രേതാവസ്ഥ എന്ന് പറയുന്നത്. അന്ധകാരത്തിലും ഏകാന്ത സ്ഥലങ്ങളിലും ഈ ആത്മാവ് ചുറ്റി നിൽക്കുന്നു. സൂര്യപ്രകാശത്തിൽ ഇതിന് ശക്തി കുറയുന്നു. മണിനാദം, ശംഖുനാദം, മന്ത്രോച്ചാരണം തുടങ്ങിയവ കൊണ്ട് ഇത് സ്ഥാനമുപേക്ഷിച്ച് പോകുന്നു. ഈ പ്രേതലോകത്തിൽ നിന്നും പിതൃലോകത്തേക്കും അവിടെ നിന്ന് ഭുവർലോകത്തേക്കും തുടർന്ന് സ്വർഗലോകത്തേക്കും ഈ ആത്മാവിനെ ഉയർത്തുന്നതിനു വേണ്ടിയാണ് മരണാനന്തരമുള്ള ക്രിയാകർമ്മങ്ങൾ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നത്. മരണത്തോടുകൂടി ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന ആത്മാവ് അല്ലെങ്കിൽ സൂക്ഷ്മശരീരം വായുരൂപത്തെ പ്രാപിക്കുമെങ്കിലും അത്രയും കാലം നിലനിന്ന ശരീരത്തിൽ ഏതെങ്കിലും രൂപത്തിൽ നിലനിൽക്കാനായി ശ്രമിക്കുമെന്നാണ് ഇതേക്കുറിച്ച് പറയുന്നത്. ആ ശ്രമത്തിൽ നിന്നും ആത്മാവിനെ മുക്തനാക്കാൻ വേണ്ടി മന്ത്രകർമാദികളാൽ ശരീരത്തെ അഗ്നിയിലെരിച്ച് കണികകളാക്കി മാറ്റുന്നു. അതിലും സൂക്ഷ്മജീവന് താൽപ്പര്യം തോന്നാതിരിക്കുവാൻ ആ കണികകളെപ്പോലും ശാസ്ത്രവിധിക്ക് അനുസൃതമായി ശ്രാദ്ധം മുതലായ ക്രിയകളാൽ നദികളിലോ സമുദ്രത്തിലോ ലയിപ്പിക്കുന്നു. അങ്ങനെ ഓരോ കണികയും വേർതിരിഞ്ഞ് വിഘടിച്ചു മാറുന്നതോടൊപ്പം ശ്രാദ്ധാദി കർമ്മങ്ങളാൽ തൃപ്തരായി സൂക്ഷ്മശരീരം പിതൃലോകത്തേക്ക് മടങ്ങി അവിടെ നിലകൊള്ളുന്നു.